ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മഹി പൂജ മുടക്കുന്നു. പൂജ മുടക്കിയതിന് ശേഷം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇനിയും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ഈ മഹി ആരാണെന്ന് മനസ്സിലാക്കുമെന്നൊക്കെ പറയുന്നു. ഗുരുവമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഈ പൂജ മുടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ. ആ സമയത്ത് മഹി ഗുരുവമ്മ പിടിച്ചു തള്ളുന്നു. ഗൗരിയെ ആവാഹിക്കാൻ വേണ്ടി വെച്ചിരുന്ന മൺപാവ കത്തിപ്പോകുന്നുണ്ട്. ഗംഗയുടെ ശരീരം വിട്ട് ഗൗരി പോകുന്നു. ഗംഗ കുഴഞ്ഞു വീഴാൻ പോകുന്ന സമയത്ത് ഗംഗയെ തൂക്കിയെടുത്തുകൊണ്ട് മഹി അവിടെ നിന്നും പോകുന്നു. ഗുരുവമ്മ ഗൗരിയുടെ ആത്മാവിനോട് പറയുന്നുണ്ട്, ഈ പ്രാവശ്യം നീ രക്ഷപ്പെട്ടല്ലേ എന്നൊക്കെ. ഗൗരിയാണെങ്കിൽ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗംഗയെ റൂമിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്ത് മാളു വെള്ളവുമായിട്ടൊക്കെ മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മഹി ഗംഗയുടെ മുഖത്ത് വെള്ളം തളിക്കുന്നു. ഗംഗ അപ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്. മാളു അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഗംഗയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും ഓർമ്മയില്ല, ഞാനിവിടെ കിടന്നുറങ്ങുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. മാളു അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയെ ഒരുപാട് തല്ലി. ഞാൻ ചോദ്യം ചെയ്തപ്പോഴാണെങ്കിൽ അച്ചമ്മ എന്നെ ഇവിടെ പൂട്ടിയിട്ടെന്നൊക്കെ പറയുന്നു. മഹി ഇപ്പോൾ പറയുന്നുണ്ട്, ഗംഗയോട് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ ഗംഗയോട് മാപ്പ് ചോദിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, മഹിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട, അത് മാത്രമല്ല എന്നെ ഉപദ്രവിച്ചതൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്നൊക്കെ പറയുന്നു. മാളു അപ്പോൾ പറയുന്നുണ്ട്, ശ്രീ പരമശിവൻ ഗംഗയെ രക്ഷിച്ചതാണെന്ന്. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, എന്നെ എപ്പോഴും രക്ഷിക്കുന്ന ശ്രീ പരമേശ്വരൻ എന്റെ മുന്നിൽ തന്നെയുണ്ട്, എന്റെ മഹിയേട്ടനാണ് എന്റെ പരമേശ്വരൻ. ഗംഗ പറയുന്നത് കേട്ടിട്ട് മാളുവിന് ഒരുപാട് സന്തോഷമാകുന്നു. മഹി രണ്ടുപേരോടും റെസ്റ്റ് എടുത്തോളാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അതേസമയം ഗൗരി അവിടെ നിന്നും സ്വയം പറയുന്നുണ്ട്, മാളുവിനെയും മഹിയെയും ഗംഗയെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ നിന്നും പോകത്തുള്ളൂ, അതുവരെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹൈമാവതിയും ശ്രേയയുമാണ്. രണ്ടുപേരും പൂജ മുടങ്ങിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹി വന്നത് കൊണ്ടാണ് എല്ലാം പ്രശ്നമായതെന്നൊക്കെ പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, നകുലിനെ കുറിച്ചാണെങ്കിൽ ഗൗരിക്ക് നല്ല സംശയമുണ്ട്, ഗൗരിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറയുന്നു. ഹൈമാവതി അപ്പോൾ ചോദിക്കാണ്, നകുലിനെ കുറിച്ച് എന്തറിയാമെന്നാണ്, അത് നിനക്ക് എങ്ങനെ മനസ്സിലായെന്നൊക്കെ ചോദിക്കുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, നകുലിനെ ഉപദ്രവിക്കാൻ ഗൗരി ശ്രമിച്ചെന്നൊക്കെ, വീട്ടിൽ വെച്ച് ശ്രമിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, നകുലിന് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നൊക്കെ. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആ സമയത്താണെങ്കിൽ സ്വപ്നം കണ്ടെന്നൊക്കെ പറഞ്ഞാണ് സമാധാനിപ്പിച്ചതെന്നൊക്കെ. രണ്ടുപേരും കൂടി ദേവയാനിയമ്മയെ കാണാമെന്ന് പറഞ്ഞ് ദേവയാനിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ദേവയാനിയമ്മ അപ്പോൾ രണ്ടുപേരോടും ദേഷ്യപ്പെടുകയാണ്. നിങ്ങളിപ്പോ എന്തോത്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്റെ മുന്നിൽ നിന്ന് പൊക്കോണമെന്ന് പറയുന്നു. ദേവയാനിയമ്മ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടാണെങ്കിൽ ശ്രേയയുടെ അമ്മയും അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം മഹിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മഹിയെ ഉപദേശിക്കുന്നുണ്ട്, അമ്മയോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല, അമ്മ ഒരു തെറ്റും ചെയ്തില്ല, ഗംഗയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പൂജ ചെയ്തതെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല മഹിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാണ്. മഹി അപ്പോൾ പറയുന്നുണ്ട്, ആര് തെറ്റ് ചെയ്താലും ഞാൻ അത് ചോദ്യം ചെയ്യും, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്, ഗംഗ എത്രമാത്രം ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, മഹിക്ക് അറിയാത്തത് കൊണ്ടാണ് ഗംഗയുടെ ശരീരത്തിൽ ബാധയൊക്കെ കയറിയെന്ന് പറയുന്നു. ഹൈമാവതി പറയുന്നുണ്ട്, എന്തായാലും നാത്തൂനോട് പോയി സംസാരിക്കണമെന്നൊക്കെ. അതേസമയം ദേവയാനിയമ്മയാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടെ റൂമിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയാണ്. ഗൗരിയോടുള്ള ദേഷ്യമാണ് കാണിക്കുന്നത്. ഗൗരിയെ ഞാൻ ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഗൗരിയുടെ ആത്മാവും അവിടെ ഉണ്ടായിരുന്നു. ഗൗരിയുടെ ആത്മാവും പറയുന്നുണ്ട്, ഗംഗയെ ഉപദ്രവിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല എന്നൊക്കെ. ആ സമയത്ത് മഹി എവിടേക്ക് വരുന്നുണ്ട്. അമ്മ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നതെന്ന്. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്, ഓരോ സന്യാസിമാരാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്, അമ്മ ഇത്ര പഠിപ്പും വിവരവും ഉള്ളതല്ലേ, എന്നിട്ടും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഗംഗയാണെങ്കിൽ ഒരു പാവം കുട്ടിയല്ലേ, അവളെ ഇങ്ങനെ ഉപദ്രവിക്കാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. മഹി വീണ്ടും പറയുന്നുണ്ട്, ഗംഗയെ ഉപദ്രവിക്കാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്